ഏട്ടാ, ഏട്ടൻ കരയാണോ? ഏട്ടൻ വിഷമിക്കാതെ. ഏട്ടന്റെ മനസ്സ് എനിക്കറിയാം. സത്യം പറഞ്ഞ ഏട്ടന്റെ മനസ്സ് മനസ്സിലാവുന്ന രണ്ടുപേരെ ഈ വീട്ടിലുള്ളൂ. അത് അച്ഛനും ഞാനുമാണ്. അമ്മ ഇങ്ങനെ പെരുമാറുന്നതില് തെറ്റൊന്നുമില്ല ശ്രീ. അന്ന് നടന്ന സംഭവങ്ങൾ അങ്ങനെയായിരുന്നല്ലോ. പക്ഷേ ഏട്ടാ, ഋതിക എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അതൊരിക്കലും മനഃപൂർവ്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനും അത് വിശ്വസിക്കുന്നില്ല. പക്ഷെ അമ്മ ഋതുവിനെ ഇപ്പോ ഒരു ശത്രുവായിട്ട് കണ്ടിരിക്കുക. അമ്മയുടെ ഓരോന്ന് ഓതി ഓതി പ്രിയച്ച് മാറ്റിയെടുത്തിരിക്കുക. അതിന് സംശയമൊന്നും വേണ്ട. ശ്രീ, ഞാൻ ഈ അവസ്ഥയിൽ എന്ത് തീരുമാനം എടുക്കണ്ട? ഏട്ടാ, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു ഭാര്യയാണ് ഞാനും. അത് ഹരീഷും ഞാനും തമ്മിലുള്ള പൊരുത്തക്കേട് കൊണ്ടല്ലാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടുപോയി. അത് തിരുത്താൻ തയ്യാറാവാതെ ഈഗോ കൊണ്ട് മാറി നടക്കുക ഹരീഷ്. എന്തായാലും അതിന്റെ മനോവേദന അനുഭവിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരുവാ. അതുപോലെ തന്നെ ഇതും ഒരു പ്രശ്നമുണ്ടായി. അമ്പിയാണ് അതിലെ വില്ലത്തിയെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഋതിക പറഞ്ഞൊരു വാക്കില് തുടങ്ങിയതായി ഈ അംഗം. വിവാഹബന്ധം ഉപേക്ഷിക്കാൻ പറയാൻ ആർക്കും പറ്റും. പക്ഷെ അതിന്റെ കോൺസിക്വൻസിനെ പറ്റി ആരും ആലോചിക്കുന്നില്ല. അവർക്ക് അനുഭവം വരുമ്പോഴേ അവര് മനസ്സിലാക്കൂ. ഋതികയെ ഉപേക്ഷിക്കാൻ ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛനെ ഉപേക്ഷിക്കാൻ അമ്മ തയ്യാറാവോ? ജയേട്ടനെ ഉപേക്ഷിക്കാൻ പ്രിയച്ചി തയ്യാറാവോ? പറയാൻ എല്ലാവർക്കും എളുപ്പാ. അതൊക്കെ അനുഭവിക്കുന്നവർക്കേ അതിന്റെ നൊമ്പരം എന്താണെന്ന് മനസ്സിലാവും. വർമ്മ സാറും കുടുംബവും തകർന്നത് ഞാൻ ലണ്ടനിൽ വെച്ച് അറിഞ്ഞു ശ്രീ. സാറിനെയും ഋതുവിനെയും ആ അംബികയും മരുമകളും കൂടി പെരുവഴിയിൽ ഇറക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ഈ വീട് വാങ്ങിച്ചത് തന്നെ ഋതികയ്ക്കും വർമ്മ സാറിനും വേണ്ടിയിട്ടാ. നമുക്കൊന്നല്ല, എത്ര വീട് വാങ്ങിക്കാനും എന്നെ കൊണ്ടിപ്പോ പറ്റും. ഏട്ടാ, ഋതികയ്ക്ക് ഏട്ടനോട് ഇപ്പോഴും ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്നേഹം തന്നെയാണ്. അതൊക്കെ തുറന്നു പറയാനായിരിക്കും അവളിവിടെ വന്നത്. ആ സെർവന്റിന്റെ വേഷത്തിൽ നിന്നത് ഋതികയായിരുന്നു. നിർത്തടി. ഇതാണോടി നിന്റെ മിത്രസ്നേഹം? അമ്മേ, അവള് പഴയ കൂട്ടുകാരിക്ക് സപ്പോർട്ട്. വേഷം മാറ്റിച്ച് ഫാൻസി ഡ്രസ് കെട്ടിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നു. ഞാൻ ഒത്താശ കൊടുത്തിട്ടൊന്നുമല്ല ഋതിക വന്നത്. അവള് ഏട്ടനെ കാണാൻ രഹസ്യമായിട്ട് വന്നതാ. ഓ, അത് ശരി. അവളെ ഞാൻ കാണിക്കാം. ചെറുക്കൻ എല്ലാം നശിച്ച ഓർമ്മകളിൽ നിന്ന് വിട്ടുമാറി മനസ്സമാനത്തോടെ കഴിഞ്ഞു വരികയായിരുന്നു. അപ്പത് പഴയ പുലിവാലെല്ലാം കയറി ഇങ്ങോട്ട് വരുന്നു. അതിന് പെങ്ങടെ വക രഹസ്യ പിന്തുണയും. ഓ, അവള് ദമയന്തിയുടെ ഹംസം. ഞാൻ ഹംസവും മന്മഥമൊന്നുമല്ല. അവളെ ഇവിടെ വെച്ച് കണ്ടു, അത്രേ ഉള്ളൂ. എടി, നിനക്ക് നിന്റെ ചേട്ടനോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് സമ്മതിക്കുമായിരുന്നോ? അതൊക്കെ പോട്ടെ. ഇനി അവളെ അടിച്ചിറക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്കൊരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ?